അസ്സലാമലൈക്കും. അവാജി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4 മണിക്ക് മൈദയും ചിക്കനും വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അസ്സലാമലൈക്കും. ഇതാ ഇന്ന് ഇത്ര മൈദ, ഒരു 1/4 കിലോ മൈദ കൊണ്ട് ഒരു അമ്മായിയപ്പം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ചിക്കൻ്റെ ഒരു അമ്മായിയപ്പാന്ന് പറയാം ഇതിന്. ഇത് ഉണ്ടാക്കാൻ പോവാണ്. ഇത് പൊടിച്ച് നല്ല വേവിച്ചിട്ട് ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ട് നല്ല അല്ലില്ലാത്തത് എടുത്തിട്ട് വേവിച്ചിട്ട് പൊടിച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഈ മാവ് ഇതുണ്ടല്ലോ, ഈ മൈദമാവ് ഇതിലേക്ക് ചിക്കൻ വെന്ത വെള്ളം, ഈ വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ കുഴച്ച് നോക്കി ഇതേപോലെ ഞാൻ നല്ലോണം ഇറച്ചിൻ്റെ വെള്ളത്തിൽ ഇത് കുഴച്ചിട്ടുണ്ട്. കണ്ട ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഞാൻ ഇന്നൊരു 1/4 കിലോ മൈദൻ്റെ ഒരു 10 അപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ കുട്ടിയെടുക്കാം. ഇതിപ്പോൾ കണ്ട ഇതേപോലെ പപ്പടം പോലെ, നമ്മളൊരു വലിയ പപ്പടം പോലെ ഒന്ന് ഇതേപോലെ നല്ല കനം കുറച്ച് എടുക്കാം. ഇതിൽ വേറെ ഒന്നും വേണ്ട, കുറച്ച് ഉപ്പ് കൂട്ടിയാൽ മതി. കാരണം ചിക്കനിൽ നമുക്ക് വെള്ളത്തിലെല്ലാം ഉപ്പുണ്ട്. അപ്പോൾ ചിക്കനിൽ നല്ലോണം ഉപ്പുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഉപ്പൊന്നും ഇടണ്ട. അങ്ങനെ മാവ് കുഴച്ചിട്ട് ഇതുപോലെ പറ്റാം. എന്നിട്ട് അതിലേക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മസാല ഉണ്ടാക്കാൻ അതിലേക്ക് കുറച്ച് എണ്ണ, കുറേ എണ്ണ ഒന്ന് കൂട്ടിക്കൂടി. ഇതിന് കുറച്ച് എണ്ണ മതി. വലിയൊരു ഉള്ളി ചെറുങ്ങനെ മുറിച്ച് വലിയൊരു ഉള്ളി ഈ ഒരു ചെറുതാക്കി കൊടുക്കണം. ഇത് മൂക്കൊന്നും വേണ്ട, ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. കാരണം ഇത് അപ്പത്തിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് കടിക്കാൻ നമുക്ക് കിട്ടണം. അതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളി അത്ര മതി, കുറേ ഒന്നും ചൂടെങ്കിൽ. അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റാണ്, കുറച്ച് ഒരു നുള്ള്, പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടി കുരുമുളക് പൊടി അല്ലോ, പിന്നെ നമ്മളെ ചിക്കൻ മസാലയാണ് ഇത്. അത് ഒരു ചെറിയ സ്പൂൺ, പിന്നെ ഒരു സ്പൂൺ, വലിയൊരു സ്പൂണിൽ മുളക് ചതച്ചതാണ് നല്ലത്. ഒരു മുളകാണ് ഇത് ചതച്ചിട്ട് കൊടുത്തേക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, ചിക്കൻ മസാലയും ഗരം മസാലയും മുളക് പൊടിയും കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം മറ്റേലെല്ലാം ഉപ്പുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ച് ഇതൊന്ന് പാടി കിട്ടണം. ഇതിപ്പോൾ ചൂടായി മതി. ഇത്ര തന്നെ ചൂടിലേക്ക് ഈ ചിക്കനും കൂടിയിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതൊരു 1/4 കിലോ ചിക്കൻ 1/4 കിലോ മൈദൻ്റെ ഒരു സ്പെഷ്യൽ അപ്പാണ് എൻ്റെത്. ഇതേപോലെ കുറച്ച് നല്ലോണം ഇതൊന്ന് കടിക്കാൻ നമുക്ക് കിട്ടണം. അതേപോലെ ആക്കിയിട്ട് ഇതൊന്ന് പാടിയാൽ മതി. ഇത് നല്ലൊന്ന് എണ്ണയൊന്നും കുറേ വേണ്ട ഈ സാധനത്തിന്. എണ്ണ വേണ്ട ഈ അപ്പത്തിന്. നമ്മുടെ വയറ്റിക്കൊന്നും എണ്ണ പറ്റൂല, അതുകൊണ്ട് എണ്ണ വേണ്ട നോക്കി ഇതേപോലെ ആക്കിയെടുക്കാം. ഈ പരുവാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞു, വേണ്ട ഇത് കഴിഞ്ഞു. ഇനി വേറൊരു ചട്ടി അവിടെ വെച്ചെടുക്കണ്ട. ഈ ചട്ടി ജസ്റ്റ് ഒന്ന് എനിക്ക് ചൂടായി കിട്ടും. ഫ്രൈ പാൻ്റെ ചട്ടി ആയതുകൊണ്ട് എണ്ണയൊന്നും കുറേ വേണ്ട. ഇപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇവിടെ കേട്ടോ. ചെറിയ തീ ആക്കണം, കുറേ തീ വേണ്ട ഇതിന്, കരിയാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ഈ പാത്രത്തിൽ ഈ എണ്ണ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കണം. നടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ഈ അപ്പം ഇതേപോലെ ഇട്ടിട്ട് ഇതാക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം നമുക്ക് എല്ലാ മസാല എല്ലാം ഉണ്ട് കടിക്കാൻ കിട്ടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് സെൻറ്ററിൽ നിന്ന് നമുക്ക് മടക്കാം. ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ നാടനൊരു അമ്മായിയപ്പാന്ന് പറയുന്നത്. 4 മണിക്ക് നല്ലൊരു ചായക്കാരെങ്കിലും ഗസ്റ്റെല്ലാം വന്നാൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്നുള്ളൊരു നമുക്കൊരു ചായക്കൊരു കടിയാണിത്. അപ്പോൾ കടയിൽ പോയിട്ടും ബേക്കറി ഒന്നും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി കടിയായി നമുക്ക് ചായക്ക്. ഒരു 2 അപ്പം ഇത് ചെറിയ ചട്ടി കുറച്ച് വലുത് വെച്ചാൽ നിങ്ങൾക്കൊരു 2-3 വെക്കാം. ഞാൻ ഒരു 2 അപ്പം എടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ട് ഇത് ചൂടായിട്ടുണ്ട് അടി. അപ്പോൾ ചെറിയൊരു തീയിലാണ് ഇപ്പോൾ ഞാൻ വെച്ചത്. ഒന്ന് ഫാസ്റ്റാക്കി കൊടുക്കുക. ഫാസ്റ്റാക്കി കൊടുത്തിട്ട് ചെറിയ ചൂടായതിന് ശേഷം ഒന്ന് ഫാസ്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് എണ്ണ ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ തൂരി കൊടുക്കുക. ഇതിന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ മറിച്ചിടാം, വേണ്ട. ഇനി ഒന്ന് ജസ്റ്റ് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നല്ലൊരു കായൽ വരും. ഇപ്പോൾ കൂടെ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി. ഇത് കുറേ എണ്ണേൻ്റെ ഒന്നും അല്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കി. എൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കി, ലൈക്ക് ചെയ്ത് കൊടുക്കി. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എൻ്റെ 4 മണിക്ക് ഉള്ള
അമ്മയ്യപ്പം. കാരണം ഈ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയത് അപ്പം, ഇതും ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയത് അപ്പം അമ്മയ്യപ്പാന്ന് പറയാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.